ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുക. ആസിഫിൻ്റെ അടുത്ത് സംസാരിക്കണം എനിക്ക്. തീർച്ചയായിട്ടും ക്ഷമ പറയുന്നോട്ട് ആരിലും പറ്റാം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പ് ചോദിക്കും. വൈ നോട്ട്? മാപ്പ് ചോദിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? എങ്ങനെയായിരുന്നു? വിഷ്വൽ വന്നിട്ടുണ്ട്. വിഷ്വൽ ഞാൻ കണ്ടു. നമ്മുടെ ഏതോ ഒരു ചാനലിൽ കണ്ടു. അയ്യോ, അതെനിക്ക് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല സത്യമായിട്ട്. ഒരാളെ പെർപ്പസ്ലി മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളത് ഇതല്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ. എൻ്റെ അപ്പോൾ ആസിഫ് ഓടി വരുന്നു. പക്ഷേ അതെനിക്ക് മൊമെൻ്റ് തരാനാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ അനൗൺസ്മെൻറ്റ് ബാക്കിൽ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അനൗൺസ്മെൻറ്റ് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കയ്യിൽ മൊമെൻ്റ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചു. അല്ലല്ലോ, അത് മുന്നേ അല്ലേ? ഇത് കിട്ടിയില്ല എന്നുള്ള മുന്നേ അല്ലേ സാറേ? അതിപ്പോഴല്ല. കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ അശ്വതി അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി. മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരെയും, സിനിമയുടെ എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ വിട്ടുപോയി, അത്രയേ ഉള്ളൂ കാര്യം. അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എത്രയോ പുരസ്കാരങ്ങൾ ദൈവ സഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പക്ഷേ ഇത് എനിക്ക് MT സാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ്. ഒരിക്കലുമില്ല. അയ്യോ അത് അങ്ങനെ ഒരു തെറ്റ് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ്, എനിക്ക് ബോധമുണ്ട് ശരിക്കും. നത്തിങ്, ഐ ആം നത്തിങ്, ഒന്നുമല്ല. ആരാണ് വലിയവനുള്ളത് ഇവിടെ ലോകത്ത്? ഒരിക്കലും ഞാൻ അതിൽ പൂർണ്ണ വിശ്വമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി. പിന്നെ ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത് ഞാൻ പറയാം. ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതില്? ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുക. ആസിഫിൻ്റെ അടുത്ത് സംസാരിക്കണം എനിക്ക്. തീർച്ചയായിട്ടും ക്ഷമ പറയുന്നോട്ട് ആരിലും പറ്റാം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും, മാപ്പ് ചോദിക്കും. വൈ നോട്ട്? മാപ്പ് ചോദിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? എന്താണ്? അതാ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അത് പറയാൻ പറ്റില്ല നമുക്ക്. കാര്യം അതുമൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ മനസ്സിലുണ്ടായിരിക്കാം. കാര്യം നമ്മൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഈ മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ONV സാറിൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒപ്പം ഇതിൻ്റെ ലോഗോ പ്രകാശനം എന്നാണ്, ഈ ആന്തോളജിയുടെ ലോഗോ പ്രകാശനം എന്നാണ്. സാറ് വരണം എന്നെൻ്റെ അടുത്ത് എല്ലാ രീതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോയത്.